ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമുക്ക് ഫിംഗർ പ്രിൻറ്റ് സെർച്ചർ എക്സാമിൻ്റെ മൊഡ്യൂൾ ഫസ്റ്റ്, അതായത് ഫിസിക്സിലെ മൊഡ്യൂളാണ്. മൊഡ്യൂൾ ഫസ്റ്റ് പാർട്ടിക്കിൾ ഡൈനാമിക്സിലെ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ? PSC ചോദിച്ചിട്ടുള്ള നോക്കാം. സ്ഥാനാന്തരവും ദൂരവും തമ്മിലുള്ള അംശബന്ധം. അതിൻ്റെ ഉത്തരം എന്താണ്? സ്ഥാനാന്തരം എപ്പോഴും നമുക്ക് ഇംഗ്ലീഷിലാണ് ക്വസ്റ്റ്യൻ. സോ ടേംസ് എല്ലാവർക്കും അറിയുന്നുണ്ടാവുമായിരിക്കും അല്ലേ? ഡിസ്റ്റൻസിൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും റേഷ്യോ എങ്ങനെയാണ്? ഡിസ്റ്റൻസ് എപ്പോഴും ഡിസ്പ്ലേസ്മെൻറ്റിനേക്കാളും ഹയർ ആയിരിക്കുമല്ലോ. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ഡിസ്റ്റൻസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 അല്ലേ? അതായിരിക്കുമല്ലോ ഉത്തരം. ബി ആണ് ഉത്തരം. ഒന്നിനേക്കാൾ ചെറുതോ അല്ലെങ്കിൽ തുല്യമോ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു ലോറിക്കും ഒരു സൈക്കിളിനും ഒരേ ഗതികോർജ്ജമാണുള്ളത്. ഏതിനാണ് ആക്കം കൂടുതൽ? അതായത് ലോറിക്കും സൈക്കിളിനും സെയിം കൈനറ്റിക് എനർജിയാണ്. വിച്ച് ഹാസ് ഹയർ മൊമെൻറ്റം. ഏറ്റവും കൂടുതൽ മൊമെൻറ്റം ഏതിനാണ്? നമുക്കറിയാം, മൊമെൻറ്റം എന്ന് പറയുന്നത് മാസിനെയും വെലോസിറ്റിനെയും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. സോ ലോറിക്കായിരിക്കും മാസ് കൂടുതൽ, അതുകൊണ്ട് തന്നെ ലോറിക്കായിരിക്കും മൊമെൻറ്റവും കൂടുതൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് പ്രീവിയസ് HSAക്ക് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആട്ടോ. HSAയുടെ സെയിം സിലബസ് ആയതുകൊണ്ടാണ് ഞാനിത് നോക്കാമെന്ന് വിചാരിച്ചത്. സോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് തോന്നുന്നു. ഇനി നെക്സ്റ്റ് നോക്ക്. ഒരു സ്പ്രിങ്ങിൻ്റെ ഒരറ്റം ഉറപ്പിച്ചിരിക്കുകയും മറ്റേ അഗ്രത്തിൽ 4 കിലോഗ്രാം തൂക്കിയിട്ടിരിക്കുന്നു. സ്പ്രിങ് കോൺസ്റ്റൻറ്റ് 1 Nm² ആണ് എങ്കിൽ ഈ ലോഡഡ് സ്പ്രിങ്ങിൻ്റെ ഓസിലേഷൻ പീരീഡ് എത്രയാണ്? അപ്പം നമുക്ക് ഇംഗ്ലീഷിൽ ഞാൻ പറയാം. നമുക്ക് എന്തായിരുന്നു? ഒരു സ്പ്രിങ്ങിൻ്റെ മാസ് തന്നിട്ടുണ്ട്, സ്പ്രിങ് കോൺസ്റ്റൻറ്റ് തന്നിട്ടുണ്ട്, ദെൻ സ്പ്രിങ്ങിൻ്റെ ഓസിലേഷൻ ടൈം പീരീഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. ടി സ്പ്രിങ്ങിൻ്റെ ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ എന്താണ്? T = 2π√m/k. മാസ് തന്നിട്ടുണ്ട്, K സ്പ്രിങ് കോൺസ്റ്റൻറ്റ് തന്നിട്ടുണ്ട്. സോ ഡയറക്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ചെയ്ത് വരുമ്പോൾ ഉത്തരം വരുന്നത് 4π സെക്കൻഡ് ആണ്. ഇനി നെക്സ്റ്റ് ഈ പാഠത്തിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസ് നോക്കുക. സംഗീത ഉപകരണങ്ങളിൽ ഡാഷ് കുഴലുകളാണ് അഭികാമ്യം. സംഗീത ഉപകരണം, അതായത് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിൽ ക്ലോസ്ഡ് 2 സൈഡും ക്ലോസ് ആയിട്ടുള്ള പൈപ്പ്സാണ് ഉപയോഗിക്കുന്നത്. 1 സൈഡ് ക്ലോസ്ഡ് ആയിട്ടുള്ള പൈപ്പാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ടുള്ള പൈപ്പാണ് ഉപയോഗിക്കുന്നത് എന്നാണ്. അപ്പം അതിൻ്റെ ആൻസർ എന്താണ്? 2 തുറന്ന കുഴൽ. അതായത് നമുക്ക് 1:2, 2:3 അങ്ങനെ ഒരു റേഷ്യോ കിട്ടുന്ന പൈപ്പ് ഉണ്ടല്ലോ, അതല്ലേ വേണ്ടത്. അതായത് 1:3, 5